തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വാർഡ് പര്യടനം നടത്തുന്ന കോമ്പസ് മീഡിയ ഇന്ന് എത്തിയിരിക്കുന്നത് പൊന്നുമംഗലം വാർഡിലാണ്. പൊന്നുമംഗലം വാർഡിലെ NDA സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നമ്മളൊപ്പം ഉള്ളത്. NDA BJP സ്ഥാനാർത്ഥിക്ക് ജനങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. ഞാൻ മുൻപ് മേലാങ്കോട് വാർഡിലെ കൗൺസിലറായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ പൊന്നുമംഗലം വാർഡിൽ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ തന്നെ വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് എല്ലാ ജനങ്ങളിലേക്കും എനിക്ക് കിട്ടിയത്. കാരണം എന്നെ അപ്പുറത്തെ മേലാങ്കോട് വാർഡിലെ കൗൺസിലർ എന്ന രീതിയിൽ ഒരുപാട് പേർക്ക് എന്നെ അറിയാം. ഇവിടെ വരുമ്പോൾ തന്നെ ഒരുപാട് പേർ പരിചയം പുതുക്കി വളരെ സ്നേഹത്തോടും ഒക്കെയാണ് അവർ എന്നെ ഇവിടെ നമ്മുടെ ഈ പൊന്നുമംഗലം വാർഡിലേക്ക് വരവേറ്റത്. അതുപോലെയാണ് നമ്മുടെ ഈ പ്രവർത്തകർ. അവരുടെ ഓരോ നിമിഷവും അവർ കൂടെ എല്ലാ ഭാഗത്തും കൂടെ ഉണ്ടാകും. ഏറ്റവും വലിയ സപ്പോർട്ടെന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തകർ തന്നെയാണ്. ഈ പ്രവർത്തകരുടെ കഴിവ് കൊണ്ടാണ് ഓരോ ജനപ്രതിനിധിയും ഓരോ വാർഡിൽ ജയിച്ചു വരുന്നത് തന്നെ. അപ്പോൾ എന്തായാലും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ 3 ടേമായിട്ട് MR ഗോപൻ ചേട്ടൻ എന്ന വ്യക്തിയായിരുന്നു ഇവിടുത്തെ BJPയുടെ കൗൺസിലർ. അപ്പോൾ അദ്ദേഹം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഒരുപാട് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്നോണം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മുടെ നാടിൻ പൊന്നുമംഗലം വാർഡിലേക്ക് ചെയ്യുവാൻ നമ്മുടെ ജനങ്ങളുടെ ഒരു പിന്തുണ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടി മാക്സിമം എഫർട്ട് ഉപയോഗിച്ച് എന്നാൽ കഴിയുന്ന വിധം എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. മേലാങ്കോട് വാർഡിൽ അവിടുത്തെ ജനങ്ങളുടെയും പ്രവർത്തകരുടെയും ഒരു അക്ഷീണ പരിശ്രമത്താലാണ് ഞാൻ ആ വാർഡിൽ വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് ജയിച്ചു പോകുന്നത്. ഇപ്പോൾ 45 വർഷക്കാലം നമ്മുടെ CPM ഭരണം കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് വർഷം ഇവിടെ ജനങ്ങൾ വളരെ സാമ്പത്തികമായിട്ടും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. എന്തായാലും നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കും എന്ന ഒരു വലിയൊരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങുന്നത്. നമുക്കറിയാം, വികസിത അനന്തപുരി എന്ന ആ ഒരു സന്ദേശവുമായി നമ്മൾ എല്ലാവരും എല്ലാ വാർഡുകാരും മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. BJPയിലെ ഒരു മേയർ തന്നെ നമുക്ക് ആ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ കസേരയിൽ ഇരിക്കാനുള്ള ആ ഒരു ചാൻസ് ഉണ്ടാക്കാൻ നമ്മൾ എല്ലാവരും അക്ഷീണം പ്രവർത്തിക്കുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം നമുക്ക് PMAY നമ്മുടെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഒരുപാട് പേർക്ക് വീട് നൽകുവാനുള്ള ഒരു പ്രോജക്റ്റ് നമ്മുടെ വാർഡുകളിലേക്ക് കൊണ്ടുവരും. അതുപോലെ അമൃത് പദ്ധതി പ്രകാരം 100% കുടിവെള്ളം എല്ലാ വീടുകളിലും എത്തിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് കേന്ദ്ര സർക്കാർ മുഖേന കൊണ്ടുവരുവാൻ സാധിക്കും. 100% ജൽജീവൻ മിഷൻ എന്ന പദ്ധതി നമുക്ക് നടപ്പിലാക്കുവാൻ സാധിക്കും. അതുപോലെയാണ് നമ്മുടെ അമൃത് പദ്ധതി പ്രകാരം കുളങ്ങളുടെ നവീകരണം, അതൊക്കെ നമുക്ക് അമൃത് പദ്ധതി പ്രകാരം മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതെല്ലാം നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും വലിയ മുഖ്യമായ വിഷയമെന്ന് പറയുന്നത് 70 വയസ്സ് കഴിഞ്ഞുള്ളവർക്കുള്ള നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ്, ആ പദ്ധതിയും നമുക്ക് നടപ്പിലാക്കുവാൻ സാധിക്കും. ആരോഗ്യകരമായി ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഉള്ള ഒരു പദ്ധതി നമുക്ക് ഇൻഷുറൻസ് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി പദ്ധതികൾ കേന്ദ്ര പദ്ധതി പ്രകാരം നമുക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. അത് പൊന്നുമംഗലം വാർഡിലേക്ക് ആ ഒരു വികസനം എത്തിക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ഉപയോഗിച്ച് വാർഡിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. നമ്മുടെ കോർപ്പറേഷൻ ഭരണം എന്തായാലും നമ്മൾ പിടിച്ചെടുക്കും. അപ്പോൾ ആ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുന്ന 45 ദിവസത്തിനകത്ത് വെച്ച് നമ്മുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരം സന്ദർശിക്കുകയും അപ്പോൾ വലിയൊരു ലോകോത്തര നിലവാരമുള്ള വൻ നഗരമാക്കി മാറ്റാനുള്ള ഒരു വലിയൊരു പ്രഖ്യാപനം നടത്തുവാനും, അപ്പോൾ അതിനുവേണ്ടി പൊന്നുമംഗലം വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് എന്നെ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അയക്കുവാനുള്ള എല്ലാ പിന്തുണയും സ്നേഹവും ഉണ്ടാകണമെന്നും അതിനുവേണ്ടി താമര ചിഹ്നത്തിൽ എന്നെ വോട്ട് ചെയ്ത് വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. വികസനം എന്ന ഒരു സ്വപ്നം തന്നെയാണ് ഇവിടെയും പങ്കുവച്ചിരിക്കുന്നത്. വികസനങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ, ജനങ്ങൾക്ക് നല്ലത് ലഭിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇനിയൊരു വീഡിയോയിൽ കാണാം എന്ന ഉറപ്പോടുകൂടി കോമ്പസ് മീഡിയ.